നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വ്യോമസേന പണം ചോദിച്ച സംഭവം കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്ത മേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് പണം ചോദിക്കുന്നത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും മന്ത്രി കെ രാജൻ. വടക്കാഞ്ചേരി മേഖലയിൽ വന്യജീവി ശല്യം മൂലം പൊറുതിമുട്ടി കർഷകർ. അകമല പ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്നത് കാട്ടാനകൾ. ചാലിപ്പാടത്ത് നാശം വിതച്ച് കാട്ടുപന്നിക്കൂട്ടം. ആഫ്രിക്കൻ ഒറ്റശല്യത്തിന് പ്രതിരോധ നടപടികളുമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് 3.5 ലക്ഷം രൂപ വിനിയോഗിച്ച്. ഉത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതിയും ഉത്സവ നടത്തിപ്പ് അപ്രായോഗികമാക്കിയെന്ന് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി. നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് ഡിസംബർ 17 കളക്ടറേറ്റ് മാർച്ച്. വാർത്തകൾ വിശദമായി. രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വ്യോമസേന പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് മന്ത്രി കെ രാജൻ. ദുരന്ത മേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് കേന്ദ്രം പണം ചോദിക്കുന്നത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. കേന്ദ്ര ദുരന്ത നിവാരണ നിധിയിലായിരുന്നു കേന്ദ്രം തുക വകയിരുത്തേണ്ടത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തും. ദുരന്ത മേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് കേന്ദ്രം ഇപ്പോൾ പണം ചോദിക്കുന്നത്. കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും കെ രാജൻ പറഞ്ഞു. പണം നൽകാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം വ്യക്തമാക്കും. പണം നൽകുന്നത് തത്വത്തിൽ അംഗീകരിക്കും. എന്നാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കേരളം നേരത്തെ വെച്ചിട്ടുള്ള ഒരാശയമാണ് ഇത്തരം ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സേവനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യ ചെലവഴിക്കുമ്പോൾ അത് അതത് ഘട്ടത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഖ്യയാണ് എന്ന് കേരളം പറഞ്ഞിട്ടുള്ളതാണ്. ദീർഘമായി കേരളം എടുക്കുന്ന നിലപാടും അതാണ്. ഇപ്പോൾ കേരളത്തിന് ഈ ദുരന്തത്തിൽ ആവശ്യമായ പണം അഡീഷണൽ അസിസ്റ്റൻസായി ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ആ തുക നൽകാതെ നിലവിലുള്ള കേരളത്തിൽ ബാക്കിയുള്ള STRFലെ സംഖ്യയിലെ 50% വീണ്ടും കേരളത്തിന് തന്നെ അനുവദിക്കുക എന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് STRF സംഖ്യയിൽ നിന്ന് ഇത് കൊടുക്കണം എന്ന് ആവശ്യമുന്നയിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ അതൊരു ഗുണകരമായ കാര്യമല്ല. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്കോ നൽകുന്ന സംഖ്യ അത് ഒരു വർഷം കഴിഞ്ഞാലോ ഒരു കാലം കഴിഞ്ഞാലോ തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. കേരളത്തിനോടൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കേന്ദ്രം എടുക്കുന്നത്. കോടതിയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആന എഴുന്നള്ളിപ്പുമായും വെടിക്കെട്ടുമായും ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യവുമായി ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ഭാരവാഹികൾ. നിയമ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ഡിസംബർ 17 കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെടിക്കെട്ട് കരാറുകാർ, വാദ്യകലാകാരന്മാർ, ആനപ്പുറം തൊഴിലാളികൾ, ഉത്സവപ്പറമ്പിലെ വിവിധ കച്ചവടക്കാർ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരും സമരത്തിൽ പങ്കെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമരം ഉദ്ഘാടനം ചെയ്യും. നെന്മാർ MLA ബാബു, മുൻ MP അജയകുമാർ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, പാറമേക്കാവ് സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിലെ ഉത്സവങ്ങൾ മുൻപില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച എക്സ്പ്ലോസീവ് വകുപ്പിലെ ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതിയുമാണ് ഉത്സവം നടത്തിപ്പ് അപ്രായോഗികമാക്കിയതെന്ന് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ഭാരവാഹികളായ പുത്തൻവീട്ടിൽ ശശിധരൻ, M മാധവൻകുട്ടി, ജയകൃഷ്ണൻ, K ഹരിദാസ്, AR രാജേഷ്, M സുഭാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ ഉത്സവങ്ങൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച് എക്സ്പ്ലോസീവ് വകുപ്പിന്റെ ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഭേദഗതികളും ആണ് ആനപ്പൂരവും വെടിക്കെട്ടും നടത്താൻ നമുക്ക് ഒരു വിനയായിരിക്കുന്നത്. ആയത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തിയാലേ
നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി മേഖലയിൽ വന്യജീവി ശല്യം മൂലം പൊറുതിമുട്ടി കർഷകർ. അകമല പ്രദേശത്ത് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുമ്പോൾ സമീപ പ്രദേശമായ ചാലിപ്പാടത്ത് കൃഷിക്ക് വെല്ലുവിളിയാകുന്നത് കാട്ടുപന്നികളാണ്. വടക്കാഞ്ചേരി കൃഷിഭവൻ പരിധിയിലെ വയലുകളിൽ വന്യജീവി ആക്രമണം മൂലം കൃഷി ചെയ്ത് ഉപജീവനം നടത്താനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിൽ 230 ഹെക്ടറോളം സ്ഥലത്താണ് ആകെ നെൽകൃഷി ചെയ്യുന്നത്. അകമല മലയോര മേഖലയിലെ നെൽകൃഷി വാഴക്കൊമ്പനും കുട്ടിക്കൊമ്പനും ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടം ചവിട്ടിയരച്ചും വലിച്ചു തിന്നും നശിപ്പിക്കുമ്പോൾ ചാലിപ്പാടം 5-ാം ചാലിലെ നെൽകൃഷി കുത്തിമറിച്ച് നശിപ്പിക്കുന്നത് കാട്ടുപന്നിക്കൂട്ടമാണ്. പാട്ടത്തിനടുത്ത വയലിൽ 25 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന കർഷകൻ നാസർ മങ്കരയുടെ 80 ദിവസം കൊണ്ട് മൂപ്പെത്തുന്ന പുതിയ ഇനം നെല്ലിൻ്റെ പരീക്ഷണ കൃഷിയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. വടക്കാഞ്ചേരി കൃഷിഭവൻ്റെ കീഴിൽ എങ്കക്കാട്, കിഴക്ക്, പടിഞ്ഞാറ്, മേലേതിൽ പാടം, 5-ാം ചാല് ഇവിടെ കൃഷി ചെയ്യുന്നൊരു കർഷകനാണ് ഞാൻ. കൃഷി ചെയ്തുകൊണ്ട് കൃഷിയാണ് എൻ്റെ തൊഴിലും. കൃഷി ചെയ്തിട്ടുള്ള വരുമാനത്തിലാണ് ജീവിക്കുന്നത്. ആ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നഗരസഭയുടെ കീഴിലുള്ള ഈ വടക്കാഞ്ചേരി കൃഷിഭവൻ്റെ കീഴിലുള്ള ഈ പാടശേഖരത്ത് കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായ ശല്യം. വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊടുന്നിട്ടുള്ള 45 ദിവസം കൊണ്ട് നട്ടിട്ട് 45 ദിവസം കൊണ്ട് കതിര് വരികയും അത് 85 ദിവസം കൊണ്ട് കതിരാവുകയും ചെയ്യുന്നൊരു നെൽവിത്ത് പരീക്ഷിച്ച പാടശേഖരമാണിത്. അവിടെ ഇന്നലെ കാട്ടുപന്നികൾ നശിപ്പിച്ചത് കണ്ടാൽ സത്യത്തിൽ സങ്കടം തോന്നും. ഒരു കർഷകൻ്റെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും രൂക്ഷമായ രീതിയിൽ, അതായത് നട്ടു വളർത്തിയ ഇത് വിളവ് നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, ആ സങ്കടം അത് പറയാൻ പറ്റുന്ന ഒരു സങ്കടമല്ല. പക്ഷേ സാധാരണ അത് താങ്ങാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ കുറേ കർഷകർക്ക് ഉണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടാണ്. അത്രയും പ്രയാസമാണ്. അത് വാക്കുകൾ വരുന്നില്ല. അതായത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. കാട്ടാനയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാളുകളായി പ്രദേശത്ത് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ കൃഷിനാശം വരുത്തിയാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും യാതൊരു സഹായങ്ങളും ഉണ്ടാകാറില്ലെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആഫ്രിക്കൻ ഒറ്റശല്യത്തിന് പ്രതിരോധ നടപടികളുമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 3.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിലവിൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒച്ചിന്റെ ശല്യത്താൽ ജനങ്ങൾ ദുരിതത്തിലാണ്. മഴ ആരംഭിച്ചാൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമാണ്. വർഷങ്ങളായി പഞ്ചായത്തിലെ 4, 6, 10, 11, 20 വാർഡുകൾ ഒച്ചിന്റെ ശല്യത്തെ തുടർന്ന് ദുരിതത്തിലാണ്. ഇതിനു പരിഹാരം കാണുന്നതിനായാണ് കഴിഞ്ഞ കൊല്ലം മുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ആഫ്രിക്കൻ ഒച്ചിനെ പ്രതിരോധിക്കുന്നതിനായി പ്രവൃത്തികൾ പുരോഗമിച്ചു വരുന്നത്. ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയ 3,40,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിലായി പഞ്ചായത്ത് ഭരണസമിതിയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൂടി സഹായത്തോടു കൂടി ആഫ്രിക്കൻ ഒച്ചുകളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ഫണ്ട് വകയിരുത്തുകയും പല പ്രദേശങ്ങളിലും അത് ഒരു പരിധിവരെ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും 4, 6, 10, 11, 20 വാർഡുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം റിപ്പോർട്ട് ചെയ്തതിൻ്റെ സാഹചര്യത്തിൽ അതിൽ ആ ഒരു ആഫ്രിക്കൻ ഒച്ച് ശല്യം നേരിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഞ്ചായത്ത് ഭരണസമിതി ഏകദേശം 1 ലക്ഷം രൂപ മാറ്റിവെക്കുകയും ആ മാറ്റിവെച്ച ഫണ്ടിൻ്റെ ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് ഒരു ഏജൻസിക്ക് കൈമാറി ആ ഏജൻസി ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ട പ്രദേശങ്ങളിൽ തുരിശ്, ഉപ്പ് എന്നീ ലായനികൾ മിക്സ് ചെയ്ത് തളിക്കുക, എന്നിട്ട് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നേരത്തെ ഷൂട്ട് ചെയ്തത്. ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഉപ്പും തുരിശും ചേർന്ന മിശ്രിതം വിതറുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. പാലക്കാട് ജില്ലാ ക്ഷീര കർഷക സംഗമം ഡിസംബർ 16, 17 തീയതികളിൽ പ്ലാച്ചിമടയിൽ നടക്കും. അമ്പലത്തറ ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് സംഗമമെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്ലാച്ചിമടയിലെ ഡോക്ടർ വർഗീസ് കുര്യൻ നഗറിലായിരിക്കും ക്ഷീരസംഗമം. ജില്ലാ ക്ഷീരസംഗമത്തിൽ ആദ്യ ദിവസം വിവിധ വിഷയങ്ങളിലായി സെമിനാറുകൾ നടക്കും. 16 നടക്കുന്ന സംഗമം പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഋഷ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്യും. ക്ഷീരകർഷക സെമിനാർ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സംഗമത്തിന്റെ ഭാഗമായി ഡയറി എക്സ്പോ, ജീവനക്കാർക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്,
ഡയറി ക്വിസ്, കലാസന്ധ്യ, കന്നുകാലി പ്രദർശനം, സാംസ്കാരിക ഘോഷയാത്ര എന്നിവയുണ്ടാകും. 17-ന് പൊതുസമ്മേളനം ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുമെന്നും മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിക്കുമെന്നും മന്ത്രി എം ബി രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചിറ്റൂർ വെച്ചാണ് നടക്കുന്നത്. ചിറ്റൂർ കമ്പാരത്തറ ക്ഷീരോത്പാദക സഹകരണ സംഘം മുൻകൈയെടുത്തുകൊണ്ട് ജില്ലാ ക്ഷീര കർഷക സംഗമം ഡിസംബർ മാസം 16, 17 തീയതികളിലായി നടക്കുകയാണ്. ഡിസംബർ 16-ന് വിവിധ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസംബർ 17-ന് പൊതുസമ്മേളനവും ക്ഷീര കർഷകരുടെ പ്രധാനമായിട്ടുള്ള ഒരു സംഗമം ഡിസംബർ 17-നാണ് നടക്കുന്നത്. ഈ പരിപാടിയിൽ ബഹുമാന്യനായിട്ടുള്ള ചിറ്റൂരിന്റെ MLA-യും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി, അതുപോലെ തന്നെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് തുടങ്ങിയിട്ടുള്ള മന്ത്രിമാർ, 3 മന്ത്രിമാർ ഈ ജില്ലാ ക്ഷീര സംഗമത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ എം സതീഷ്, കെ സുരേഷ്, വി ഹക്കിം, എൻ ബിന്ദു, കെ എ ബാബുരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പതിറ്റാണ്ടുകളായി കാടുമൂടി കിടക്കുന്ന കോട്ടായി അയ്യങ്കുളത്തിന് ശാപമോക്ഷമാകുന്നു. മൈനർ ഇറിഗേഷൻ വകുപ്പ് അനുവദിച്ച 35 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമായ പൊതുകുളമാണ് അയ്യങ്കുളം. കുളം നവീകരണത്തിനും ശുചീകരണത്തിനുമായി മൈനർ ഇറിഗേഷൻ 35 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മലമ്പുഴ കനാലിലൂടെയുള്ള ജലവിതരണം നിർത്തുന്ന മുറയ്ക്ക് ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്നും കഴിഞ്ഞ ദിവസം കോട്ടായി കീഴത്തൂർ സ്കൂളിൽ വിളിച്ചു ചേർത്ത ഗ്രാമസഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് അറിയിച്ചു. 35 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തി നടത്തുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി കൊടുമുണ്ട മുതുതല പറക്കാട് ആമയൂർ റോഡിന്റെ നവീകരണത്തിന് നടപടികളാകുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലും കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയുമാണ് റോഡ് നവീകരണത്തിന് നടപടികളായത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മുഹമ്മദ് മുഹ്സിൻ MLA-യുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. പട്ടാമ്പി കൊടുമുണ്ട മുതുതല തൃത്താല കുപ്പം പാതയുടെ നവീകരണത്തിനാണ് ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിനു ശേഷം നടപടികളാവുന്നത്. നേരത്തെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി റോഡ് നവീകരിക്കാൻ പദ്ധതിയായതാണ്. എന്നാൽ പലയിടത്തും റോഡിനാവശ്യമായ സ്ഥലം ലഭ്യമാവാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നവീകരണ പ്രവൃത്തികൾ പ്രതിസന്ധിയിലായിരുന്നു. തുടർന്ന് MLA-യുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് റോഡ് നവീകരണത്തിന് വഴിയൊരുക്കിയത്. കൊടുമുണ്ട മുതൽ മുതുതല ഓവുപാലം വരെയുള്ള ഭാഗത്തെ നവീകരണം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാനാണ് തീരുമാനമായത്. ഇതിനായി 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി തൃത്താലക്കൊപ്പം വരെയുള്ള ഭാഗത്ത് KRB-യുടെ നേതൃത്വത്തിലും നവീകരണം നടപ്പാക്കാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട 3 വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും MLA ചർച്ച നടത്തി. കൊപ്പം മുതുതല പഞ്ചായത്ത് പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് MLA-യുടെ നേതൃത്വത്തിൽ റോഡ് സന്ദർശിച്ചു. തടസ്സങ്ങൾ നീക്കി റോഡ് നവീകരണം വേഗത്തിലാക്കാനുള്ള നടപടികളാണ് നടന്നുവരുന്നതെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി പാലവും പട്ടാമ്പിയിലെ നിലവിലെ റോഡുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് അതിന്റെ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാൻ വേണ്ടി 3 ഡിപ്പാർട്ട്മെന്റുകളെയും വിളിച്ചുകൊണ്ട് മുതുതല പഞ്ചായത്തിൽ വെച്ച് 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ കൊപ്പം മുതുതല പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുകയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആദ്യ സ്ട്രെച്ച് PWD ചെയ്യാനും ബാക്കിയുള്ളത് KRFB ചെയ്യാനും തീരുമാനിക്കുകയും PWD റോഡും അതുപോലെ ബ്രിഡ്ജസും ഇതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അതോടൊപ്പം ബാക്കിയുള്ള വർക്ക് KRFB ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമായി. അതിന്റെ ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മൈലുംപുറം സ്വാമി വിവേകാനന്ദ സെന്റർ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ B.Ed വിദ്യാർത്ഥികൾക്കായി സെമിനാർ നടത്തി. പത്തിരിപ്പാല KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണവും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ചാണ് പത്തിരിപ്പാല KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ മൈലുംപുറം സ്വാമി വിവേകാനന്ദ സെന്റർ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ B.Ed വിദ്യാർത്ഥികൾക്കായി ഊർജ്ജ സുരക്ഷയും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. മൈലുംപുറം സ്വാമി വിവേകാനന്ദ B.Ed കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ധ്യാകുമാർ, അധ്യാപകരായ അശ്വതി P. റീബ, AB ശ്രീമതി, ബീന T. ജ്യോതിഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പത്തിരിപ്പാല KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറും സർട്ടിഫൈഡ് എനർജി ഓഡിറ്ററുമായ കെ പ്രേംകുമാർ ക്ലാസ് എടുത്തു. 53 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ ഊർജ്ജ സുരക്ഷാ വലയം തീർത്തു. ഊർജ്ജ സുരക്ഷയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന സന്ദേശമാണ് ഈ വലയം സൂചിപ്പിക്കുന്നതെന്നും കെ പ്രേംകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. കാർത്തിക വിളക്ക് തെളിയിക്കലും നിറമാലയും ഉണ്ടായിരുന്നു. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ നടത്തിവരാനുള്ള നയന മനോഹരമായ കാർത്തിക വിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. വൈകിട്ട് നിറമാലയും തുടർന്ന് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ദേശമംഗലം കളവറക്കാട് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. 3 മീറ്റർ അകലം പാലിച്ച് ആനകളെ നിർത്തിയാണ് എഴുന്നള്ളിപ്പ് നടത്തിയത്. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തിയിരുന്നു. നവംബർ 23-ാം തീയതി തുടങ്ങിയ ഉത്സവത്തിനാണ് സമാപനം കുറിച്ചിരിക്കുന്നത്. പുലർച്ചെ 5 മണിക്ക് നട തുറക്കൽ, 5:30 ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രപൂജാരി എം ദാമോദരൻ ഭദ്രദീപം കൊളുത്തി പഞ്ചവാദ്യത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് ദേശമംഗലം സെൻറ്ററിലേക്ക് ആനയിച്ച് അവിടെ നിന്നും 6 മണിയോടുകൂടി തിരിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. സഹസ്രദീപം തെളിയിക്കൽ, ദീപാരാധന, പാണ്ഡിമേളം തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പൈങ്കുളം ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്കും ലളിതാ സഹസ്രനാമാർച്ചനയും സഹസ്രദീപ സമർപ്പണവും നടന്നു. ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പൈങ്കുളം ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്കും ലളിത സഹസ്രനാമാർച്ചനയും സഹസ്രദീപ സമർപ്പണവും നടന്നു. ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ ക്ഷേത്ര നട തുറക്കൽ, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, ലക്ഷാർച്ചന, ഉഷപൂജ എന്നിവയുമുണ്ടായി. ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. വൈകിട്ട് അത്താഴപൂജ, കലശാഭിഷേകം, സഹസ്രദീപം തെളിയിക്കൽ എന്നിവയും നടന്നു. മേളം, തായമ്പക എന്നിവയും വൈകിട്ട് നടന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മണ്ണൂർ ചേറുംപാല കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തികയോടനുബന്ധിച്ച് താലപ്പൊലി ആഘോഷിച്ചു. എഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, സഹസ്രദീപം തെളിയിക്കൽ എന്നിവയും ഉണ്ടായിരുന്നു. മണ്ണൂർ ചേറുംപാല കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തികയോടനുബന്ധിച്ചാണ് താലപ്പൊലി ആഘോഷിച്ചത്. 3 നാളുകളായിട്ടായി നടന്ന ആഘോഷങ്ങൾ വെള്ളിയാഴ്ച താലപ്പൊലിയോടുകൂടി സമാപനമായി. പഴുക്ക മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. തുടർന്ന് സന്ധ്യാവേല, പാണ്ഡ്യമേളത്തോടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ്, ക്ഷേത്രമുറ്റത്ത് പഞ്ചാരിമേളം, സഹസ്രദീപം തെളിയിക്കൽ, അത്താഴപൂജ, പാണ്ഡ്യമേളം, അന്നദാനം, കലാപരിപാടികളും എന്നിവ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ വദ്രിപ്പാല. മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. കാഴ്ചശീവേലി, പാണ്ഡിമേളം, കലാപരിപാടികൾ എന്നിവ നടന്നു. മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. രാവിലെ വിവിധ പൂജകൾ നടന്നു. കാർത്തികൂട്ട്, വൈകിട്ട് കാഴ്ചശീവേലിയും ഉണ്ടായി. തുടർന്ന് കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരും സംഘവും അവതരിപ്പിച്ച പാണ്ഡിമേളവും അരങ്ങേറി. നിറമാല, സഹസ്രദീപം തെളിയിക്കൽ എന്നിവയും നടന്നു.
ഓട്ടംതുള്ളൽ കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ഡബിൾ തായമ്പകയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വ്യോമസേന പണം ചോദിച്ച സംഭവം കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്ത മേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് പണം ചോദിക്കുന്നത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും മന്ത്രി കെ രാജൻ. വടക്കാഞ്ചേരി മേഖലയിൽ വന്യജീവി ശല്യം മൂലം പൊറുതിമുട്ടി കർഷകർ. അകമല പ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്നത് കാട്ടാനകൾ. ചാലിപ്പാടത്ത് നാശം വിതച്ച് കാട്ടുപന്നിക്കൂട്ടം. ആഫ്രിക്കൻ ഒറ്റശല്യത്തിന് പ്രതിരോധ നടപടികളുമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് 3.5 ലക്ഷം രൂപ വിനിയോഗിച്ച്. ഉത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതിയും ഉത്സവ നടത്തിപ്പ് അപ്രായോഗികമാക്കിയെന്ന് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി. നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് ഡിസംബർ 17 കളക്ടറേറ്റ് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.